പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെ വിധിക്കപ്പെട്ട പ്രതികളെ CPM നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സ്വീകരിച്ചാനയിച്ച സംഭവം നിയമവാഴ്ചയോടുള്ള നഗ്നമായ വെല്ലുവിളിയാണെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA DCCയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. കൊലപാതക രാഷ്ട്രീയത്തിന് CPM പ്രേരണയും പിന്തുണയും സഹായവും നൽകുന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് P. ജയരാജന്റെ കാർമ്മികത്വത്തിൽ കണ്ണൂരിൽ അരങ്ങേറിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ ലഭിച്ച പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ P. ജയരാജൻ്റെ നേതൃത്വത്തിൽ ആർപ്പുവിളികളോടെ മുദ്രാവാക്യം വിളിച്ച് ആനയിച്ച് സ്വീകരിച്ചത് നിയമവാഴ്ചയോടുള്ള കനത്ത വെല്ലുവിളിയാണ്. സമാധാനകാംക്ഷികളെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. CPM കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കൊലപ്പുള്ളികൾ ശിക്ഷിക്കപ്പെട്ട കൊലപ്പുള്ളികൾക്കെല്ലാം ഒത്താശയും പ്രേരണയും നൽകുന്നു, സംരക്ഷണം നൽകുന്നു, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണത്. കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രതികൾ ജയിൽ ശിക്ഷയെ അങ്ങേയറ്റം ഭയത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നതും അനുഭവിക്കുന്നതും. നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ജയിൽ ശിക്ഷ. ഉത്തരവാദിത്തപ്പെട്ട കോടതിയുടെ വിധിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നതും പ്രതികളെ ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് ഹാരമണിയിച്ച് സ്വീകരിക്കുന്നതും ആർപ്പ് വിളിച്ച് ആഘോഷിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇത് CPMന്റെ കാപട്യം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമെടുത്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ തടയുന്നതിന് കോടികൾ ചെലവഴിച്ചത്. ശിക്ഷാവിധി ഏത് വിധേനയും ഒഴിവാക്കാൻ CPM ഭരണത്തിന്റെയും പണത്തിന്റെയും തണലിൽ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.